പൊഴിഞ്ഞു വീണു പാട്ടുകൾ. ആരാരോ തേടുന്നു അന്തിനിലാവളി, അമ്മാനം മാനത്തെ അല്ലി മലർക്കിളി. കനവ് പോലെ പുതു കവിത പോലെ, കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ. MRCക്കൊപ്പം അഴിഞ്ഞാടി നടന്നവളെ ഭാര്യയാക്കരുതെന്ന് മാന്യമായ ഭാഷയിൽ ആ മഹാനുഭാവനോട് അപേക്ഷിക്കും. വേണ്ടി വന്നാൽ ഇത്തിരി എരിവും പുളിയും ഒക്കെ കൂട്ടി MRCയുടെയും പുതിയ AGMന്റെയും രാസലീലകളെ പറ്റി ഒരു ദൃക്സാക്ഷി വിവരണം അങ്ങ് കാച്ചും. അതോടുകൂടി അവൻ ഫ്ലാറ്റ്. മണ്ടത്തരം പറയാതിരിക്കൂ സർ. പെട്ടെന്നൊരാൾ അയാളെ തേടി ചെല്ലുന്നത് ബുദ്ധിമോശമാണ്. തന്നെയുമല്ല, വേണി പറഞ്ഞ് സാറിനെ അയാൾക്ക് നന്നായി അറിയുകയും ചെയ്യാം. അപ്പോ പുതിയ കഥകളുമായി സാർ അയാളെ കാണാൻ ചെല്ലുമ്പോ ഇതൊക്കെ പച്ചക്കള്ളമാണെന്ന് അയാൾക്ക് ബോധ്യമാവുകയും ചെയ്യും. മാർഗരറ്റ്, ബുദ്ധിമതിയാണ് നീ, സമ്മതിക്കുന്നു. പക്ഷേ ഈ മോഹനേന്ദ്രനെ വിലക്കെടുക്കാൻ മാത്രം കുരുട്ടുബുദ്ധി നിന്റെ ഈ ഉണ്ണിത്തലയിലുണ്ടെന്ന് അഹങ്കരിക്കരുത്. ഇതൊക്കെ അവന്റെ മുമ്പിൽ വിളിച്ചു പറയാൻ മോഹനേന്ദ്രൻ നേരിട്ട് ചെല്ലേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു നാവ്, കള്ളത്തരവും കണ്ണീരും നന്നായി വഴങ്ങുന്നൊരു നാവ്. അതിലാ പൊട്ടം വാത്തിയാര് വീണോളും. വീഴ്ത്തിയിരിക്കണം നീ. ഇപ്പൊ മനസ്സിലായോ? സാർ എന്താ പറഞ്ഞു വരുന്നത്? അയാളെ ഞാൻ ചെന്ന് കാണണമെന്നോ? എന്താ നിനക്ക് പറ്റില്ലേ മാർഗരറ്റ്? വേണി വരുന്നതിന് മുമ്പ് MRCയുടെ പ്രലോഭനങ്ങൾക്കും ചതിക്കും ഇരയായ പാവം പെൺകുട്ടിയുടെ കഥ. അവന്റെ മുമ്പിൽ നീ ആ വേഷം ഭംഗിയാക്കണം. നിനക്ക് കഴിയും. അഭിനയിക്കാൻ നിന്റെ അത്ര മിടുക്കുള്ളൊരു പെണ്ണിനെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല മാർഗരറ്റ്. ഇഷ്ടമില്ലാത്തൊരു പെണ്ണിനെ എന്റെ അനിയന്റെ തലയിൽ കെട്ടിവെച്ച് അവന്റെ ജീവിതം തകർത്തവളാണ് വേണി. അതിന് നമ്മൾ അവൾക്ക് കൊടുക്കുന്ന മധുരമുള്ളൊരു സമ്മാനം. അവൾ ഇഷ്ടപ്പെട്ട പുരുഷനെ അവളുടെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി നമ്മൾ പിഴുതെറിയുന്നു. എന്താ, നീ റെഡിയല്ലേ? താങ്ക് യു. ഇന്ദു, ബാക്കി കൂടെ ഒന്ന് വേഗം എടുത്തേ. ഇതിലെല്ലാ ഐറ്റവും 10 കവർ വീതം വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാം കൂടി 100 രൂപ പാക്കറ്റ്. ഇന്ന് ഇത്രയും മതി. ആദ്യ ദിവസല്ലേ, കച്ചവടം എങ്ങനെ ഉണ്ടെന്ന് അറിയട്ടെ. ബിൽ ബുക്ക് എടുത്തോ? അയ്യോ, അത് മറന്നു. മേശപ്പുറത്തുണ്ട്, അതിനെടുത്തേ. നല്ല ആളാ ഈ ഗോപേട്ടന്റെ ഒരു കാര്യം. എല്ലാം റെഡിയായില്ലേ മോനെ? അത് ആദ്യ ദിവസമായോണ്ട് കുറച്ചേ എടുത്തുള്ളൂ. ഇതുകൂടെ ആ ബാഗിനകത്ത് വെച്ചോളൂ. കഴിക്കാനുള്ള ഭക്ഷണം വേണ്ടായിരുന്നല്ലോ അമ്മേ. പോണ വഴിക്ക് ഞാൻ ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് കഴിക്കായിരുന്നു. അത് സാരമില്ല, ഹോട്ടലിലെ ശാപ്പാടൊക്കെ കണക്കാ. കഴിയുന്നത് ഒഴിവാക്കുന്നല്ലേ നല്ലത്. ബിൽ ബുക്ക്. വേണി നിന്ന് നേരത്തെ പോയോ? ഓഫീസില് എന്തോ ജോലി കൂടുതലുണ്ടത്ര. അതൊക്കെ അവള് വെറുതെ പറയുന്നതാ. നമുക്കും കൂടെ വിഷമം ഒന്ന് കരുതി
എല്ലാറ്റിനും ഒഴിഞ്ഞു മാറി നടക്കുക അവള്. പാവം എന്റെ കുട്ടി, ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് അവള്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമേ? ഹരിയോട് സംസാരിക്കാവുന്നതിന്റെ പരമാവധി ഞാൻ ശ്രമിച്ചു നോക്കിയല്ലേ. അയാള് വേണിയെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. നിർബന്ധിച്ചോ ഭീഷണിപ്പെടുത്തിയോ നമുക്ക് അനുസരിപ്പിക്കാനാവോ? എന്റെ തെറ്റിദ്ധാരണയായാലും ഇത് മര്യാദകേട് തന്നെയാ. പറഞ്ഞാശിപ്പിച്ചിട്ട് ഒരുമാതിരി നിറുകെട്ട രീതി. നമ്മളാരും അങ്ങോട്ട് എന്നല്ലല്ലോ. ആലോചനയായിട്ട് ആ തള്ള തന്നെയല്ലേ ഇങ്ങോട്ട് കയറി വന്നത്. എന്നിട്ടിപ്പോ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം മോളെ? ഒക്കെ അവളുടെ വിധി. നമുക്ക് യോഗമില്ലാത്തതിന് മറ്റുള്ളവരെ പറഞ്ഞിട്ട് എന്താ കാര്യം? കല്യാണക്കുറി വരെ അടിച്ചു വാങ്ങിയതല്ലേ. ഗോവിന്ദൻ രാവിലെ ആ കുമാരൻ നായരെ ഒന്നുകൂടി ഒന്ന് കണ്ട് സംസാരിക്കാൻ പോയിരിക്കുക. വേണി അറിയാതെയാ പോയത്. അറിഞ്ഞാ അവള് സമ്മതിക്കില്ല. ഓ, അയാൾ ഇത് ഒഴിവാക്കാനേ നോക്കൂ. ആദ്യം കണ്ടപ്പോഴേ എനിക്ക് അയാളെ മനസ്സിലായതാ. കാലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നേനാ. അതിൽ വലിയ പ്രതീക്ഷ വയ്ക്കാതിരിക്കുന്ന നല്ലത്. ആര് വിചാരിച്ചാലും ഹരിയുടെ മനസ്സ് മാറാതെ പറ്റുമോ? ഇനി അതൊക്കെ പറഞ്ഞ് മനസ്സ് വിഷമിപ്പിക്കാതെ ആദ്യമായിട്ട് ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുന്നല്ലേ. ഈശ്വരന്റെ മനസ്സിൽ വിചാരിച്ച് മോനെ ഇറങ്ങ. എന്തു അമ്മ പോയിട്ട് വരട്ടെ. സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം അല്ല ഗോവിന്ദ മാഷ, എന്താ ഈ വഴിക്ക്? ഞാൻ സാറിന്റെ വീട്ടിലേക്ക് വന്നതാ. ആ എന്നാ ശരി, നമുക്ക് വീട്ടിലിരുന്ന് സംസാരിക്കാം. വേണ്ട, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്താ മാഷേ കാര്യം? വേണിയുടെയും ഹരിയുടെയും കാര്യം തന്നെ. ഓ, കല്യാണക്കാര്യം. അല്ല മാഷ അത് ഇതുവരെ കളഞ്ഞില്ലേ? കല്യാണം നമ്മൾ വേണ്ടെന്ന് വെച്ചല്ലോ. ഇനി അതേപറ്റി എന്ത് സംസാരിക്കാനാ? അങ്ങനെ പറയരുത്. ആവശ്യമില്ലാത്തൊരു തെറ്റിദ്ധാരണയുടെ പുറത്താ ഇതൊക്കെ ഉണ്ടായത്. വഴിവിട്ട ഒരു ബന്ധവും എന്റെ മകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. മാഷേ, നിങ്ങൾ ഇങ്ങനെ കണ്ണടച്ചിരിട്ടാക്കരുത്. വീട്ടിൽ കുത്തിയിരിക്കുന്ന നമുക്കറിയാമോ സർക്കിട്ട് പോകുന്നവരുടെ മനസ്സിലിരിപ്പ്. പറ്റിയ സമയവും സന്ദർഭവും ഒക്കെ കിട്ടിയാ ആരായാലും ഒന്ന് വഴിവിട്ടൊക്കെ പോയി നോക്കും. കുമാരൻ നേരെ എന്റെ മോളെ അങ്ങനെ കാണരുത്. സമ്മതിച്ചു, ഞാൻ കാണുന്നില്ല. പക്ഷേ കണ്ടവരെ പറഞ്ഞത് വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? അതും ഹരിയുടെ ആത്മാർത്ഥ സുഹൃത്ത്. കള്ളമാണ്. ആ മനുഷ്യനും എന്റെ മോളും തമ്മിൽ ഒരു തരത്തിലുള്ള ദുഷിച്ച ബന്ധവുമില്ല. അവരൊരുമിച്ച് ബാംഗ്ലൂരിൽ പോയതും ഒരു ഹോട്ടലിൽ മുറിയെടുത്തതും സത്യമാണ്. പക്ഷേ അതിനപ്പുറം നിങ്ങൾ കരുതും പോലെ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും ഈ ബന്ധം ശരിയാവില്ല. ഞാൻ അന്നേ പറഞ്ഞില്ലേ എവിടെയോ ഒരു ചേർച്ചക്കുറവുണ്ടെന്ന്. ഇതിപ്പോ അങ്ങനെ തന്നെ സംഭവിച്ചില്ലേ? വേണ്ട മാഷെ, ചേരാത്തത് മാഷായിട്ട് ചേർക്കാൻ നോക്കണ്ട. ഏച്ചു കിട്ടിയാലേ അത് വല്ലാതെ മുഴച്ചിരിക്കും. എന്നാ വരട്ടെ. ഇങ്ങനെ കണ്ണിച്ചോരയില്ലാതെ സംസാരിക്കരുത്. കല്യാണ നിശ്ചയം വരെ കഴിഞ്ഞിട്ട് എല്ലാം ഉപേക്ഷിക്കാന്ന് പറഞ്ഞാൽ എന്റെ കുഞ്ഞിന്റെ ഭാവിയെ പറ്റി ഓർത്തിട്ടെങ്കിലും. നിശ്ചയമല്ലേ കഴിഞ്ഞുള്ളൂ, കല്യാണം ഒന്നും കഴിഞ്ഞില്ലല്ലോ. പിന്നെ എല്ലാം വച്ചുമടക്കിയതേ തന്റെ മകളുടെ കയ്യിരിപ്പുണ്ടല്ലേ. മാഷേ, എന്റെ അനന്തരവൻ ഒരു സാധാ സ്കൂൾ മാഷ. ബംഗ്ലാവും കാറും കമ്പനിയൊന്നും ഇല്ലെങ്കിലും ഇത്തിരി അഭിമാനമുണ്ട്. അധ്യാപകന്റെ ഭാര്യ കണ്ടവർക്കൊപ്പം ഹോട്ടൽ മുറിയിൽ കയറി ഇറങ്ങുന്നവളാണെന്ന് അറിഞ്ഞാൽ പിള്ളേര് കൂക്കി വിളിക്കും. അതുകൊണ്ടാ.
പിന്നെ ഇക്കാര്യം പറഞ്ഞുകൊണ്ട് ഇനി എന്നെ ശല്യപ്പെടുത്താൻ വരരുത്. നിശ്ചയിച്ച കല്യാണം മുടങ്ങുന്നതേ ആദ്യത്തെ അനുഭവമൊന്നുമല്ലല്ലോ. ആ കൊച്ചിന് മംഗല്യ ഭാഗ്യമില്ലാത്തതിന് ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതുകൊണ്ട് നടക്കാത്ത കാര്യത്തിന് വെറുതെ മെനക്കെടണ്ട. വഴിക്കാശെങ്കിലും ലാഭിക്കാമല്ലോ. നിങ്ങളെ അന്വേഷിച്ച് ആ ഗോവിന്ദമാഷ് ഇവിടെ ആ വന്നിരുന്നു. ഞാൻ വഴിയിൽ വെച്ച് കണ്ടു. അയാൾ എന്തിനാ വന്നത്? ഞാൻ ചോദിച്ചിട്ട് അയാൾ തെളിച്ചൊന്നും പറഞ്ഞുമില്ല. രവിന്റെ ഉദ്ദേശം വേറെ ഒന്നുമല്ല. അയാളുടെ മോൾ ശീലാവതിയാണെന്നും അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഞാനായിട്ട് ഈ കല്യാണം നടത്തി കൊടുക്കണമെന്നും കരഞ്ഞു പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ എന്താ പറഞ്ഞേ? എന്തു പറയാൻ, ഇനി തലവഴി പൊന്നിട്ട് മൂടിയാലും ഈ ബന്ധം നടക്കില്ലെന്ന് ഞാൻ തീർത്തങ്ങ് പറഞ്ഞു. അത് കേട്ട് അലച്ചു തന്നെ അയാളങ്ങ് പോയത്. ഇനിയിപ്പോ അവരായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കോ? എന്ത് പ്രശ്നമുണ്ടാക്കാൻ? വഴി പിഴച്ച ഒരുത്തിയെ കല്യാണം കഴിച്ചേ പറ്റുമെന്ന് ഈ നാട്ടിൽ വകുപ്പ് നിയമമൊന്നുമില്ല. അല്ല, ഇനിയിപ്പോ ഇതും പറഞ്ഞ് അവിടെ നിന്ന് ആരും ഇങ്ങോട്ട് വരാനും പോകുന്നില്ല. അത്രയ്ക്ക് പറഞ്ഞിട്ടാ തന്തപ്പടി ഞാൻ തിരിച്ചയച്ചത്. ഒന്ന് ആലോചിച്ചാ ഇതൊക്കെ ഇങ്ങനെയായി തീർന്നത് നമ്മുടെ നല്ലതിനാ സുമതി. ഇതിന്റെ പുകയും പടലും ഒക്കെ ഒന്ന് അടങ്ങുമ്പോ ഞാനൊരു ബുദ്ധി മനസ്സിൽ കണ്ടിട്ടുണ്ട്. എന്തു ബുദ്ധി? അതൊക്കെ ഉണ്ട്. ഒന്ന് ചെയ്യുന്നത് മറ്റൊന്നിന് വളമാകാനല്ലേ സുമതി? നിങ്ങൾ എന്തായി പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല. അതെനിക്ക് തോന്നി. നിന്റെ മരത്തലയില് പ്രവർത്തിക്കുന്ന ഐറ്റമൊന്നും ഇല്ലല്ലോ. എടീ, ഗോവിന്ദ മാഷും മോളും ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാ? ഈ കുമാരൻ നായർക്കും അയാളുടെ മകൾക്കും വളരാൻ വേണ്ടിയാ. ഇപ്പൊ മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അല്ല, ഇതൊക്കെ നടക്കുവോ? പണ്ട് നമ്മൾ പറഞ്ഞപ്പോ അവർക്ക് താല്പര്യമില്ലായിരുന്നല്ലോ. അതൊക്കെ പണ്ട്. അതുപോലെ അല്ലല്ലോ ഇപ്പോഴത്തെ കാര്യം. ഹരി ഏതായാലും അവളെ കെട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാ. അതിന് വേണ്ടുന്നതൊക്കെ ഞാനായിട്ട് അവനെ ധരിപ്പിച്ചിട്ടുണ്ട്. അപ്പോ പിന്നെ ഇനിയൊന്ന് ആഞ്ഞു പിടിച്ചാ തള്ളേ മോനും പാട്ടും പാടിങ്ങി പോരും. ബാക്കിയെല്ലാം നമ്മുടെ പുന്നാരമോളുടെ കഴിവ് പോലെ ഇരിക്കും. വരട്ടെ, നമുക്ക് നോക്കാം. സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം മിസ്റ്റർ ഹരീന്ദ്രൻ, അതെ. ഐ എം മാർഗ്രറ്റ്. ഹലോ. ഞാൻ കരുതി ഹരീന്ദ്രൻ എന്നെ കാണാൻ വരില്ലായിരിക്കുമെന്ന്. വാക്ക് പറഞ്ഞിട്ട് വരാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. എന്താ എന്താ കാണണമെന്ന് പറഞ്ഞത്? പറയാം. അതിനു മുമ്പ് ഒരു കണ്ടീഷൻ. ചില ചോദ്യങ്ങൾക്ക് ചിലപ്പോ എനിക്ക് വ്യക്തമായ ഒരു മറുപടി തരാൻ സാധിച്ചൊന്നു വരില്ല. മറുപടി ഇല്ലാത്തതുകൊണ്ടല്ല, ഒരു സ്ത്രീ എന്ന നിലയിൽ കൂടുതൽ തെളിച്ചു പറയാൻ എനിക്ക് ചില പരിമിതികൾ ഉള്ളതുകൊണ്ട് മാത്രം. നിങ്ങൾ ഈ പറയുന്നൊന്നും എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. മുഖവരില്ലാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയൂ. പറയാനുള്ളത് ഒരിക്കലും ഒരു ശുഭവാർത്ത അല്ലാത്തതുകൊണ്ടാണ് ഈ മുഖവുര. ഓക്കെ, ഹരീന്ദ്രനായിട്ട് ഇത് വേണ്ടാന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ മാറ്ററിലേക്ക് വരാം. നിങ്ങളും കൃഷ്ണവേണിയും തമ്മിലുള്ള എൻഗേജ്മെന്റ് കഴിഞ്ഞു അല്ലേ? പക്ഷേ ഹരീന്ദ്രൻ ഇപ്പോ ആ വിവാഹത്തിന് താല്പര്യമില്ലെന്നറിഞ്ഞു. അത് ശരിയാണോ? ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന കാര്യം എനിക്കില്ല. അല്ല, അതൊക്കെ അറിയാൻ നിങ്ങളാരാ? ഞാൻ പറഞ്ഞല്ലോ, മാർഗരറ്റ്. കുറെ കൂടി വിശദമായിട്ട് പരിചയപ്പെടുത്താം. MRC കമ്പനിയിലെ റിസപ്ഷനിസ്റ്റ്, കൃഷ്ണവേണിയുടെ സഹപ്രവർത്തക. ഓ,
ഇപ്പൊ ഈ വരവിന്റെ ഉദ്ദേശം മനസ്സിലായി. വേണിക്ക് വേണ്ടി ഒരു വക്കാലത്ത്. സോറി, എനിക്ക് തീരെ താല്പര്യമില്ല. കാണണമെന്ന് പറഞ്ഞ് വിളിച്ചത് ഇതിനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. യു ആർ മിസ്റ്റേക്കൺ മിസ്റ്റർ ഹരീന്ദ്രൻ. വേണിക്ക് വേണ്ടി വക്കാലത്ത് പറയാനല്ല ഞാൻ വന്നത്. നിങ്ങളുടെ തീരുമാനം ശരിയാണ്, അത് പറയാനാണ് ഞാൻ വന്നത്. വേണിയെക്കുറിച്ച് നിങ്ങൾ കേട്ടതൊക്കെ കഥകളോ ഊഹാപോഹങ്ങളോ അല്ല, തികച്ചും സത്യസന്ധമായ കാര്യം. അല്ല, ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അറിയാം. വേണി ആ ഓഫീസിൽ ജോയിൻ ചെയ്യും മുമ്പ് ഞാനായിരുന്നു MRCയുടെ പ്രൈവറ്റ് സെക്രട്ടറി. ഇൻ എവറി സെൻസ് MRCയുടെ എല്ലാ ദൗർബല്യങ്ങളും അറിയാവുന്ന ഒരാളായിരുന്നു ഞാൻ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വേണിക്ക് മുമ്പ് ആ മനുഷ്യനാൽ വേട്ടയാടപ്പെട്ട ഇര. ഞാനീ പറയുന്നതൊക്കെ ഹരീന്ദ്രൻ വിശ്വസിക്കണമെന്നില്ല. പക്ഷേ ഒന്നുണ്ട്, നിങ്ങൾക്ക് മുന്നിൽ പതിവ്രതയായ ഒരു സ്ത്രീയുടെ മുഖംമൂടിയില്ലാതെയാണ് ഞാൻ നിൽക്കുന്നത്. എന്തിനു വേണ്ടി? ഇനി ഒരിക്കലും മാന്യത നടിച്ച് ഒരാളെയും MRCക്ക് ചതിക്കാൻ അവസരം കിട്ടരുത്. മറ്റുള്ളവരെ എക്കാലവും വിഡ്ഢിയാക്കാൻ അയാൾക്ക് കഴിയരുത്. ആ മനുഷ്യനാൽ ജീവിതം തകർക്കപ്പെട്ട ഒരു പെണ്ണിന്റെ ദുർബലമായ ചെറുത്തുനിൽപ്പ് അങ്ങനെ കണ്ടാ മതി. വേണിക്ക് മുമ്പ് ഒഫീഷ്യൽ ടൂറുകൾക്കെല്ലാം ഞാനായിരുന്നു അയാളെ അകമ്പടി ചെയ്യുന്നത്. അപ്പോ അവിടെ എന്തൊക്കെ നടക്കുമെന്ന് എനിക്കറിയാം.